താണ്ടേ എവിടെ ഇങ്ങോട്ട് നോക്ക്, കണ്ണുറന്ന് നോക്ക്. എവിടുത്തെ ഇതിന്റെ എന്നാ, ഇതിന്റെ ഇത് പിടി. എന്നാ, മോരും വെള്ളം. പൂച്ചാണ്ടി ഒന്ന് അച്ഛൻ്റെ കട്ടിലേക്ക് കയറിയ സുഖം ഉറക്കമായി. അച്ഛന് ചോറ്, മോര് കറി, പയർ തോരന്, ഒരു ഓംലെറ്റ്. ഇന്ന് മീനൊന്നുമില്ല. കഴിക്കും. കഴിച്ചോട്ടെ. കണ്ടു മുട്ടയും പയറ് പോയി. ഇന്നും കൊള്ളാവോ? അരെ ഇങ്ങനെ പൂച്ചക്കുഞ്ഞിനെ അപ്പുറത്ത് മുറിയിലിട്ടു. അല്ലെങ്കിൽ അച്ഛൻ കഴിക്കുമ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്നിരിക്കും. ആ പയറോട് എടുത്ത് കഴിക്കുക. ഇതാണ്ടിരിക്കുന്നത് ചേതാണ്ട് ഇത്. ഈ പയറും ഈ മുട്ട ഓംലെറ്റൂടെ കഴിക്കണം. ആ നല്ലതല്ലയോ? അതല്ല, ഈ ഇരിക്കുന്ന കഴിക്കാൻ പറഞ്ഞു. ആ മേശയുടെ അരവില്ല, പയറോടെ കഴിക്കാൻ പറഞ്ഞു. ഞാൻ പയറ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കും. ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി എടുത്ത് കഴിക്കും. മുട്ടയൊക്കെ എടുത്ത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം അച്ഛനെ തിരക്കാറുണ്ട്, വീഡിയോസ് കാണാറുണ്ട്. നമ്മുടെ കൂട്ടുകാരെല്ലാം കാണണം കേട്ടോ. അപ്പം അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ ഒറ്റ കുഴപ്പമുള്ള അച്ഛനെ കയ്യിൽ മാറ്റിയിട്ട് പുതക്കുന്ന ചെറിയൊരു പുതപ്പുണ്ട്. ആ പുതപ്പ് അച്ഛൻ പുതച്ചേക്കുക. കയ്യിൽ മാക്സിമം കൊടുത്തിട്ട് അച്ഛൻ കൊടുക്കുന്നില്ല, കൊടുത്ത് മാറ്റി കളയുക. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അച്ഛൻ കൊടുത്തോട്ട് പിന്നെ മാറ്റാം, അച്ഛൻ്റെ ആഗ്രഹമല്ലേ. കുഴിക്കാൻ വേണോ നീ? ആ പൂച്ചക്കുഞ്ഞ് കുറച്ചു നേരം അച്ഛൻ്റെ കട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞേ. എന്നിട്ട് അതിന് ആഹാരം കൊടുത്തിട്ട് അപ്പുറത്തെ സ്റ്റോർ റൂമിൻ്റെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇട്ടിൻ്റെ പുതപ്പൊക്കെ വന്നിച്ചു. പൂച്ചക്കുഞ്ഞ് അച്ഛൻ, പൂച്ചക്കുഞ്ഞ് ഇവിടെ സുഖമായിട്ട് അവൻ കിടന്നുറങ്ങിക്കോളും. പെമ്പൂച്ചയാണ്, ആമ്പൂച്ചയല്ല. പെമ്പൂച്ചക്കുഞ്ഞ. വേണം ഞാൻ മാറ്റോളാം. അച്ഛൻ കൈ കഴിക്കും. മുക്കച്ചോറും കഴിച്ചു. പിന്നെ അച്ഛൻ മോരുവെള്ളം കൊടുത്തത് മൊത്തം കുടിച്ചായിരുന്നു. പിന്നെ കുറച്ച് മാറ്റി വെച്ചെങ്കിലും പിന്നെ ബാക്കി മൊത്തം അച്ഛൻ കുടിച്ചു. കൈ കഴിവേട്ടോ. ഇത്രയും ചോറ് അധികം വെച്ചു. മിക്കവാറും അച്ഛൻ ഒന്നും കൂടെ ഒന്ന് കഴിക്കും. കണ്ടോണേ, കൈ കഴിവിട്ട് വീണ്ടും വന്നിരിക്കും. നോക്കിക്കോണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അച്ഛൻ കഴിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ അച്ഛൻ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും അതായത് ബാക്കി കഴിക്കും. ഇതാണ് അച്ഛൻ വീണ്ടും കൈ കഴിവിട്ട് വന്നിരുന്നത്. അതുകൂടെ കഴുകിയേ, എന്നിട്ട് ഒന്നുകൂടെ കഴിയുക. ഒരു മിസ്റ്റേക്ക് ഇല്ല, കഴുകി അതുകൂടെ കഴുകി.
ഓ ഇത് അതിനകത്ത് കിടക്കിയ ഞാൻ പുളിശ്ശേരി എടുത്തോളൂ കുറച്ചുകൂടെ. അച്ഛൻ കഴിച്ചു, വീണ്ടും കൈ കഴുകിയതാ, വീണ്ടും നന്നാ ചെയ്തത്. വൈറ്റുണ്ട്. ഇവിടെ കഴിക്കാട്ടോ, അതോട് കഴിച്ചേട്ടു, അതോട് കഴിച്ചേട്ടെ. അച്ഛൻ വീണ്ടും വന്നിരുന്നാണ്, കൈ കഴുകിയിട്ട് അച്ഛൻ വീണ്ടും കഴിക്കുന്നത്. ചില സമയത്ത് അച്ഛൻ അങ്ങനെ കൈ കഴുകും, വേണ്ടാന്ന് പറയും, പോയിരിക്കും, വീണ്ടും കഴിക്കും. അതുകൊണ്ട് ഒത്തും കഴിച്ചേട്ടെ, കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ. പിന്നെ പയറും അമ്പലത്തിൽ നവരാത്രിയുടെ ഉത്സവം നടക്കുക, അതിൻ്റെയാണ് അമ്പലത്തിൽ റെക്കോർഡിങ് ഇട്ടേക്കുക. എന്നാ നവരാത്രി വെച്ചാൽ നടക്കില്ലേ, നാളെ സദ്യയൊക്കെ. ആണോ? നാളെ അച്ഛന് പായസം മേടിച്ചുകൊണ്ട് തരാം കേട്ടോ, നാളെ കേട്ടോ. അമ്പലത്തിൽ നിന്ന് പായസം മേടിച്ചുകൊണ്ട് തരാം ഞാൻ. അച്ഛൻ്റെ ശീലമാണ്, അച്ഛൻ ഇടയ്ക്ക് ഇങ്ങനെ പോയി കൈ കഴുകും, എന്നിട്ട് പതുക്കെ വീണ്ടും വിളിക്കും, വന്നിരുന്ന് കഴിച്ചോളും. ബാക്കി അത് ഓർമ്മ കുറവായുണ്ടോ. ആ പയറോടെ കഴിക്കച്ച. എന്നിട്ട് ഉരുട്ടുന്ന കഴിക്കുക. ഇത്രയും കഴിച്ചു, ഇപ്പൊ കൈ കഴിക്കാച്ച, കഴിക്കോ, പോയിട്ടോ, പോയിട്ടോ. വീണ്ടും കഴുകി പറ്റുന്ന ചാപ്പാട് കഴിഞ്ഞു. ഓക്കേ.